ഹായ് കൂട്ടുകാരെ, നമുക്ക് തെന്നാലിരാമൻ്റെ പുതിയൊരു കഥ കേട്ടാലോ? പടിപടിയായുള്ള തെന്നാലിരാമൻ്റെ ഉയർച്ച താതാചാരിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇങ്ങനെ പോയാൽ തൻ്റെ പദവി പോലും നഷ്ടപ്പെട്ടേക്കുവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും രാജാവ് ഇപ്പോൾ അഭിപ്രായം ചോദിക്കുന്നത് തെന്നാലിരാമനോട് മാത്രമാണ്. എവിടെ പോയാലും അവനെ കൂടെ കൊണ്ടുപോകുന്നുമുണ്ട്. തന്നോട് മുൻവൈരാഗ്യമുള്ള സ്ഥിതിക്ക് രാജാവിനോട് തന്നെക്കുറിച്ച് അവൻ പരാതി പറയാതിരിക്കുകയില്ല. ഓർക്കും തോറും രാജപുരോഹിതന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയായിരുന്നു. എപ്രകാരമെങ്കിലും തെന്നാലിരാമനെ കൊട്ടാരത്തിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണം എന്നതായിരുന്നു രാജപുരോഹിതന്റെ ചിന്ത. ഇപ്രകാരം നമ്മുടെ രാജപുരോഹിതൻ ഓരോന്ന് ചിന്തിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തെന്നാലിരാമന്റെ ആലോചന മറ്റൊരു വഴിക്കായിരുന്നു. തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുള്ള താതാചാരിയെ വെറുതെ വിട്ടുകൂടാ. മനുഷ്യത്വവും ദയാദാക്ഷിണ്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ അഹങ്കാരിയെ ജനമധ്യത്തിൽ തന്നെ അപമാനിച്ചുവെങ്കിൽ മാത്രമേ മനസ്സിനൊരു സമാധാനമുണ്ടാവുകയുള്ളൂ. താതാചാരിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ വേണ്ടി തെന്നാലിരാമൻ അയാളുടെ മാളികയിലെ ചില ഭൃത്യന്മാരുമായി ചങ്ങാത്തമുണ്ടാക്കി. ചില പാരിതോഷ്യങ്ങളെല്ലാം കൊടുത്ത് അവരെ സ്വാധീനിച്ച രാമൻ താതാചാരി തൻ്റെ പ്രിയപ്പെട്ട ദാസി വസന്തസേനയുമൊത്ത് 7.5 നാഴിക വെളുപ്പുള്ളപ്പോൾ തുംഗഭദ്രാ നദിയിൽ കുളിക്കുവാൻ പോകുമെന്നും അവരുടെ കുളി വിവസ്ത്രരായിട്ടാണ് എന്ന രഹസ്യവും മനസ്സിലാക്കിയെടുത്തു. രാമൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാണുന്നവർ അയാളെ പരിഹസിച്ച് ചിരിക്കണം. നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. രാമൻ പലതും ആലോചിച്ച് മനസ്സിൽ ചിരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്തു. പതിവ് പോലെ തുംഗഭദ്രാ നദിക്കരയിൽ 7.5 നാഴിക വെളുപ്പുള്ളപ്പോൾ എത്തിയ താതാചാരിയും വസന്തസേനയും വസ്ത്രങ്ങളെല്ലാം നദിക്കരയിൽ അഴിച്ചു വെച്ചിട്ട് നഗ്നരായി നദിയിലിറങ്ങി മൂരി ശൃംഗാരത്തിൽ വ്യാപൃതരായിരിക്കുകയായിരുന്നു. അപ്പോൾ 4-5 വിശ്വസ്തരായ ആശ്രിതരുമായി അവിടെ എത്തിയ തെന്നാലിരാമൻ താതാചാരിയുടെയും വസന്തസേനയുടെയും എല്ലാം വസ്ത്രങ്ങളെടുത്ത് ചുരുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. രാമന്റെ ചിരി ഏറ്റുപിടിച്ചുകൊണ്ട് ആശ്രിതന്മാരും ഉറക്കെ ഉറക്കെ ചിരിച്ചു. പുലർക്കാല വേളയിൽ നദിക്കരയിൽ നിന്ന് ഉച്ചത്തിലുള്ള ചിരിയുടെ ശബ്ദം കേട്ട് താതാചാരിയും വസന്തസേനയും പേടിച്ച് വിറച്ചുപോയി. ആരാണത്? ആരാണ് ചിരിക്കുന്നത്? താതാചാരി നടുക്കത്തോടെ വിളിച്ചു ചോദിച്ചു. പുരോഹിത, പേടിക്കണ്ട, ഭൂതവും പിശാചുമൊന്നുമല്ല, അങ്ങയുടെ പഴയ ഒരു ആശ്രിതനായ രാമനാണേ. രാമനോ? നിനക്കെന്താണ് ഇവിടെ കാര്യം? കാര്യമില്ലാതെയാണോ താങ്കളും ദാസി വസന്തസേനയും കൂടി കൊച്ചു വെളുപ്പാങ്കാലത്ത് ജലക്രീഡകളാടി രസിക്കുന്നത്? ശല്യപ്പെടുത്താതെ നദിക്കരയിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ രാജാവിനോട് പറഞ്ഞ് തക്കതായ ശിക്ഷ വാങ്ങിത്തരുന്നതാണ് രാമ. ആ അവസ്ഥയിലും താതാചാരി തെന്നാലിരാമനെ വിരട്ടി ഓടിക്കുവാൻ വൃഥാ പരിശ്രമിച്ചു നോക്കി. കൊള്ളാലോ, വേദശാസ്ത്രങ്ങളെല്ലാം മനഃപ്പാടമാക്കിയിട്ടുള്ള പണ്ഡിത വരേണ്യനായ രാജപുരോഹിതന് ദാസിയുമൊത്ത് ഉടുതോണി പോലുമില്ലാതെ ജലക്രീഡ നടത്താമെങ്കിൽ ഗൃഹസ്ഥാശ്രമികളായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നദിക്കരയിൽ നിന്ന് ചിരിച്ചുകൂടാ? രാജാവിനോട് ഞങ്ങളും പോയി പരാതിപ്പെടുന്നുണ്ട്. തെന്നാലിരാമൻ വിളിച്ചു പറഞ്ഞു. രാമ, നമ്മൾ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരേ കൊട്ടാരത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. എനിക്കൊരു അപമാനമുണ്ടായാൽ നിനക്ക് കൂടി ഉണ്ടാകുന്നത് പോലെയാണ്. താതാചാരി തെന്നാലിരാമനെ മയപ്പെടുത്തുവാൻ നോക്കി. ശരിയാണ് പുരോഹിത, താങ്കൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. ഇപ്പോൾ താങ്കൾ പറയുന്ന അദ്വൈത സിദ്ധാന്തം ഒരിക്കലല്ല, പല തവണ താങ്കളിൽ നിന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവനാണ്. ക്ഷമിക്കൂ രാമ, അന്നറിയാതെ ചെയ്തു പോയ തെറ്റിന് ഇന്ന് നാം ക്ഷമ ചോദിക്കുന്നു. ആളുകളെ വിളിച്ചു കൂട്ടാതെ ദയവായി ഞങ്ങളുടെ വസ്ത്രങ്ങൾ തന്നാലും 1000 തവണ ക്ഷമ പറഞ്ഞാലും ഞാൻ തുണി തിരിച്ചു തരുമെന്ന് താങ്കൾ വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാമെങ്കിൽ വസ്ത്രങ്ങൾ തരണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഹേ രാമ, നിനക്ക് എന്താണ് വേണ്ടത്? കാല് പിടിച്ച് മാപ്പപേക്ഷിക്കണമെങ്കിൽ നമുക്കതിനും മടിയില്ല. ദയവായി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മെ അപമാനിക്കരുത്. കാല് പിടിക്കാനും മാപ്പപേക്ഷിക്കുവാനും വേണ്ടിയല്ല നാം ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളെ അപമാനിക്കുവാൻ വേണ്ടി തന്നെയാണ്. രാമ, വാദിച്ചുകൊണ്ട് നിൽക്കാതെ ദയവായി ഞങ്ങളുടെ വസ്ത്രങ്ങൾ തന്ന് സഹായിക്കൂ. നോക്കൂ, നേരം പുലരുകയാണ്. പുലരട്ടെ,
എല്ലാവരും കാണട്ടെ ബഹുമാന്യനായ നിങ്ങളുടെ ജലവിനോദം. അത് കണ്ട് നാട്ടുകാർ പൊട്ടിച്ചിരിക്കട്ടെ. അരുത് രാമ, അരുത്. നീ പറയുന്നത് എന്തെന്ന് നാം അനുസരിച്ചു കൊള്ളാം. തീർച്ചയായും അനുസരിക്കുമോ? സത്യമായിട്ടും രാമ. എങ്കിൽ കേട്ടോളൂ. നിങ്ങളുടെ ഇഷ്ടദാസിയായ വസന്തസേനയെ തോളിലേറ്റി ചുമന്നുകൊണ്ട് രാജവീഥികളിൽ കൂടി നടന്ന് നിങ്ങളുടെ വസതിയിൽ എത്തിച്ചേരേണ്ടതാണ്. അയ്യോ രാമ, ഈ പറയുന്നത് അയോധ്യയിലെ രാമനല്ല, ദ്വാരകയിലെ ബലഭദ്രരാമനുമല്ല, സാക്ഷാൽ തെന്നാലിരാമനാണ്. ഇത്രയ്ക്കും കടുത്ത ശിക്ഷ വിധിക്കുന്നത് പാപമാണ് രാമ. വസ്ത്രങ്ങൾ വേണമെങ്കിൽ പറയുന്നതനുസരിച്ചു കൊള്ളൂ. അതാ നദിക്കരയിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരം പുലർന്നു വരുന്നു. നമുക്ക് നാണമാകുന്നു രാമ. അയ്യോ രാമ, പോവരുതേ. നീ പറയുന്ന പോലെ എല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാമേ. എങ്കിൽ സത്യം ചെയ്തോളൂ. തെന്നാലിയിലെ രാമൻ പറയുന്നതെന്തും അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചു കൊള്ളാം. ഇത് ഞാൻ ഉപാസിക്കുന്ന ഗായത്രി മന്ത്രമാണേ സത്യം. മതിയോ രാമ? പുരോഹിതന്റെ സത്യമെല്ലാം വാങ്ങിച്ച് നമ്മുടെ രാമൻ പുരോഹിതന്റെയും വസന്തസേനയുടെയും വസ്ത്രങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. ഗതികെട്ട പുരോഹിതനും വസന്തസേനയും രാമൻ നൽകിയ വസ്ത്രങ്ങൾ കൊണ്ട് നഗ്നത മറിച്ചു. പിന്നീട് വസന്തസേനയെ തോളിലേറ്റിക്കൊണ്ട് രാജപുരോഹിതൻ രാജവീതിയിൽ കൂടി തൻ്റെ മാളികയിലേക്ക് നടന്നു. കണ്ടവരെല്ലാം കൈകൊട്ടിച്ചിരിക്കുകയും കൂകി വിളിക്കുകയും ചെയ്തു. പക വീട്ടിയ സന്തോഷത്തിൽ തെന്നാലി രാമനും തൻ്റെ വീട്ടിലേക്ക് നടന്നു.